നമുക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്താണെന്നും അത് ECGയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നു എന്നുള്ളത് നമുക്കൊന്ന് മലയാളത്തിൽ കേട്ട് നോക്കാം. എസ്പെഷ്യലി നമ്മളിത് NCLEX-RN എക്സാമിന് വേണ്ടിയൊക്കെ തയ്യാറാക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് നമ്മൾ നോക്കാൻ പോവാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം. ഈ 4 ഇലക്ട്രോലൈറ്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതെന്തൊക്കെ ചേഞ്ചസ് വരുത്തും എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ഇലക്ട്രോലൈറ്റ്സ് മാത്രം അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മളൊരു നോർമൽ ECG എന്താണെന്നും ആ ECGക്കകത്ത് എന്തൊക്കെയുണ്ടെന്നും പിന്നെ അതിൻ്റെ അകത്തെ ഇൻ്റർവെൽസ് എന്താണെന്നും സെഗ്മെൻറ്റ്സ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു കാര്യം, ഇൻ്റർവെൽസും സെഗ്മെൻറ്റ്സും ഒന്നല്ല, അതുകൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഇതാണ് നോർമൽ ECG. ഇതിനകത്ത് നമുക്ക് P വേവ് കാണാം, QRS കോംപ്ലക്സ് കാണാം, പിന്നെ T വേവും കാണാം. ഇനി ഈ P വേവ് എന്താണെന്ന് ചോദിച്ചാൽ അത് ആക്ടിവേഷൻ ഓഫ് ദ ഏട്രിയ, അതായത് റൈറ്റും ലെഫ്റ്റും ഏട്രിയയുടെ ആക്ടിവേഷനാണ് P വേവ്. QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേഷൻ ഓഫ് ദ വെൻട്രിക്കിൾസ്, അതായത് ലെഫ്റ്റും റൈറ്റും. ഇനിയും ഈ T വേവ് വന്നിട്ട് റിക്കവറി വേവ് ആണ്. നമുക്ക് PR ഇന്റർവെൽ എന്താണെന്ന് നോക്കാം. PR ഇന്റർവെൽ എന്ന് പറയുന്നത് P വേവ് സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ട് QRS കോംപ്ലക്സിന്റെ സ്റ്റാർട്ടിംഗ് വരെയാണ്. അതിനെയാണ് PR ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഏട്രിയത്തിന്റെ കണ്ടക്ഷൻ സിസ്റ്റമാണ്. അതായത് SA നോഡിൽ നിന്നും AV നോഡിലോട്ട് ഇമ്പൾസ് എത്തുന്നത് ആ ഫുൾ ഏട്രിയ കണ്ടക്ഷൻ എടുക്കും. ഇതിനെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 to 20 സെക്കൻഡ്സ് ആണ്. അതായത് 3 to 5 സ്മോൾ സ്ക്വയേഴ്സ് ആണ് നമുക്ക് ECGക്കകത്ത് കാണാൻ കഴിയും. ഇത് മെയിൻലി ഏട്രിയത്തിന്റെ ഡീപോളറൈസേഷൻ എന്ന് പറയും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന PR സെഗ്മെന്റ് എന്താണെന്നാണ്. ഈ PR സെഗ്മെന്റ് മെഷർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ഓഫ് ടൈമിലാണ്. PR സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ലൈനാണ്. നമുക്കിവിടെ കാണാം P വേവിന്റെ ഇടയിലും QRS കോംപ്ലക്സിന്റെ ഇടയിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ. അതിനെ പറയുന്ന ലൈനിന്റെ പേരാണ് ഐസോ ഇലക്ട്രിക് ലൈൻ എന്ന്. ആ ലൈന് നമ്മൾ ഒന്നുകൂടെ ഓർത്തിരിക്കണം, അത് ഐസോ ഇലക്ട്രിക് ലൈനാണ്. എല്ലാ ആക്ടിവിറ്റീസും വന്ന് നോർമൽ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ PR സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് P വേവിന്റെ എൻഡ് തൊട്ട് QRS കോംപ്ലക്സിന്റെ ഫസ്റ്റ് വരെയാണ്. അതായത് ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏട്രി ഫുള്ള് ഡീപോളറൈസേഷൻ വന്നിട്ട് ഒരു ചെറിയ സമയം ഡിലേ ആകും. അതായത് നെക്സ്റ്റ് വെൻട്രിക്കുലർ ആക്ടിവേഷന് മുമ്പിട്ടായിട്ട്. അതിനെയാണ് പറയുന്നത് PR സെഗ്മെന്റ് എന്ന്. ഈ PR സെഗ്മെന്റ് 50 തൊട്ട് 120 മില്ലി സെക്കൻഡ്സ് ആണ് ഇതിന്റെ ടൈം. അതായത് ഒത്തിരി സമയമൊന്നും എടുക്കുന്നില്ല. അതായത് ഒരു P വേവ് വന്നു കഴിഞ്ഞിട്ട് അത് ആ നോർമൽ ബേസ് ലൈനിൽ വന്ന് നിന്നു, ഐസോ ഇലക്ട്രിക് ലൈനിൽ വന്ന് നിന്നു. ഇനിയും ആ ഒരു ഡിലേ ആണ് PR സെഗ്മെന്റ്. ഇനിയും QRS കോംപ്ലക്സ് തുടങ്ങുവാണ്. ദാറ്റ് മീൻസ് വെൻട്രിക്കിളിന്റെ ഡീപോളറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുമ്പിട്ടുള്ള ഡിലേ ചെറിയ ടൈം സെക്കൻഡ് ആണ് PR സെഗ്മെന്റ്. അടുത്ത നമ്മൾ QRS കോംപ്ലക്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കുലറിന്റെ ഡീപോളറൈസേഷൻ ആണ്. അതായത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് AV നോഡിൽ നിന്നും ഫുൾ വെൻട്രിക്കിൾസിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് QRS കോംപ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോർമൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 തൊട്ട് 10 സെക്കൻഡ് വരെയാണ്. ഇപ്പം ഇൻ കേസ് ഇത് ഇച്ചിരി കൂടെ നീണ്ടു പോയെന്ന് വെച്ചു, അതായത് സ്ലൈറ്റ്ലി പ്രൊലോങ്ഡ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു 12 സെക്കൻഡ് എങ്കിലും നീണ്ടു പോയാൽ സ്ലൈറ്റ്ലി പ്രൊലോങ്ഡ് എന്ന് പറയാം. ഇപ്പം അത് മോർ ദാൻ 12 സെക്കൻഡ് ആണിക്കുന്നതെങ്കിൽ അത് അബ്നോർമൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്ക് ST സെഗ്മെന്റ് എന്താണെന്ന് നോക്കാം. ST സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കുലർ ഡീപോളറൈസേഷനും അവസാനവും ബിഗിനിങ് ഓഫ് വെൻട്രിക്കുലർ റീപോളറൈസേഷനുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ QRS കോംപ്ലക്സിന്റെ അവസാനവും അടുത്ത വരാൻ പോകുന്ന ടി വേവിന്റെ തുടക്കവും ആണ്. ഒന്നുകൂടെ പറയാം, അതായത് വെൻട്രിക്കിൾസ് ഫുള്ളി ഡീപോളറൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയും അത് റീപോളറൈസേഷൻ ചെയ്യാൻ പോകുവാണ്. പിന്നെ ഈ ST സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഐസോ ഇലക്ട്രിക് ലൈൻ ആണ്. അതായത് ഒരു ഈ വെൻട്രിക്കുലർ റീപോളറൈസേഷനും ഡീപോളറൈസേഷനും ചെയ്ത് ഇനി അടുത്ത വേവിന് വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടിംഗ് ടൈമാണ് ഈ ST സെഗ്മെന്റ്. ഇതിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.05 തൊട്ട് 15 സെക്കൻഡ് ആണ് ഇതിന്റെ ഡ്യൂറേഷന്. നമുക്കിനി QT ഇന്റർവെൽ എന്താണെന്ന് നോക്കാം. QT ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q തൊട്ട് എൻഡ് ഓഫ് ദി T ആണ്. പിന്നെ ഈ QT ഇന്റർവെൽ എന്ന് പറയുന്നത് വെൻട്രിക്കുലറിന്റെ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. വെൻട്രിക്കിളിന്റെ ഡീപോളറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് Q തൊട്ടും അത് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ടി വേവിന്റെ അവിടെയാണ്. സോ ഇതിനെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 തൊട്ട് 44 സെക്കൻഡ് ആണ്. വെൻട്രിക്കുലറിന്റെ ഡീപോളറൈസേഷൻ പിന്നെ അതിന്റെ കംപ്ലീഷൻ ഓഫ് റീപോളറൈസേഷൻ ടോട്ടലി അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമുക്ക് ഹൈപ്പർകാലിമിയയിൽ കാണാൻ പറ്റുന്നത് ഫ്ലാറ്റ് പി വേവും വൈഡ് QRS കോംപ്ലക്സും ടോൾ ആൻഡ് പീക്ഡ് ടി വേവുമാണ്. ECG ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഹൈപ്പോകലിമിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ST ഡിപ്രഷനും ഷാലോ ഫ്ലാറ്റ് ഓർ ഇൻവേർട്ടഡ് ടി വേവ്. നമുക്ക് ഹൈപ്പോ മഗ്നീഷ്യമയിൽ കാണുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോൾ ടി വേവ്, ഡിപ്രസ്ഡ് ST സെഗ്മെന്റ്. ഹൈപ്പർ മഗ്നീഷ്യത്തിന്റെ അകത്ത് കാണുന്നത് പ്രൊലോങ്ഡ് PR ഇന്റർവെലും വൈഡ് QRS കോംപ്ലക്സുമാണ്. ഹൈപ്പോകാൽസീമിയയിൽ നമുക്ക് പ്രൊലോങ്ഡ് ST ഇന്റർവെലും പ്രൊലോങ്ഡ് QT ഇന്റർവെലും കാണാം. ഹൈപ്പർ കാൽസീമിയയിൽ നമുക്ക് കാണുന്ന ഷോർട്ട് ആൻഡ് ST സെഗ്മെന്റും വൈഡ് ആൻഡ് ടി വേവുമാണ്. Thanks for watching. If you like my video, please share, like and subscribe.